ക്ലീറ്റോ ഓ എന്തായി പൈസ കിട്ടിയാ? ഓ കിട്ടിയാ? ഇല്ല, കിട്ടിയില്ലേ? കിട്ടിയില്ല. പണ്ടത്തെ പോലെ തന്നെ വരാനുള്ളത് വന്നില്ല. ഓ ദൈവമേ, നീ നാക്കെടുത്ത് വളയ്ക്കാതിരിക്കുവോ? അത് വരും, തരും. എപ്പ വരുന്ന തരുന്നല്ലേ പറഞ്ഞത്? ആ തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ അവര് ബാങ്കിൽ എന്തോ ചെറിയ പ്രശ്നം, അവര് തരും. അവര് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ അവര് ക്യാഷ് ആയിട്ട് കൊണ്ട് തരും. നീ കിടന്ന് വേളം വെക്കണ്ട. എപ്പ തരും? എപ്പ തരും എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമ്പോ ചിലപ്പോ ഉച്ച കഴിയും. കിടന്ന് വേളം വെക്കണതിന്. ഓ എന്നാലും ഉച്ച കഴിഞ്ഞെങ്കിൽ ഉച്ച കഴിഞ്ഞ്. ആദ്യമായിട്ടൊരു കാര്യം ചെയ്തിട്ട് 10 പൈസ ലാഭം കിട്ടിയല്ലോ, വലിയ സന്തോഷം. ആ ഇനി അങ്ങോട്ടുള്ള എല്ലാ പരിപാടികളും ലാഭത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് പൊട്ടിയത് ഞളുങ്ങിയതൊക്കെ ഇരിപ്പുണ്ട്, അത് നമുക്ക് കൊടുത്താലോ? ഏതെങ്കിലും ആഗ്രഹക്കാരൻ വരുമ്പോ എടുത്ത് കൊടുത്താൽ മതി. വെറുതെ ഇനിയിപ്പോ അതിന് കൊണ്ടുനടക്കാനൊന്നും എനിക്ക് സമയമില്ല. ഏറ്റവും അതല്ല, മറ്റേ സ്വർണം മാലയും അതും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ പൊട്ടിയതൊക്കെ ഇരിപ്പുണ്ട്, കമ്മലിന്റെ തിരി പോയതൊക്കെ. അപ്പൊ അതെല്ലാം കൂടി കൊടുത്ത് പൈസ ഇച്ചിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാല മേടിക്കാൻ നമുക്ക്. പെണ്ണ് വളർന്നു വരുമോ കേട്ടോ, 4 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇതാന്നും പറഞ്ഞു പോവും. പിന്നെ വാങ്ങാൻ പറ്റിയ സമയം. പ്രധാനമന്ത്രി പറഞ്ഞതൊന്നും നിന്റെ ഒന്നും തലയിൽ കേറിയില്ലേ? പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞ? തൽക്കാലം നമ്മൾ ഈ സ്വർണം വാങ്ങണത് അങ്ങോട്ട് കുറയ്ക്കുക. സ്വർണം ആരും വാങ്ങണ്ട. സ്വർണം വാങ്ങരുത്. ഇപ്പൊ തൽക്കാലം സ്വർണത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ പറഞ്ഞത് നിനക്ക് നീ കേട്ടില്ലേ? ഞാൻ പ്രധാനമന്ത്രിയുടെ പൈസയും കൊണ്ടല്ലല്ലോ മേടിക്കുന്നത്, നമ്മുടെ പൈസയും കൊണ്ടല്ലേ മേടിക്കുന്നത്. ഈ കഴുതേ, നമ്മുടെ നാണ്യശേഖരം കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞേക്കണത്. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. നമ്മുടെ നാണ്യശേഖരത്തിൽ നിന്ന് നമ്മൾ എടുത്ത് വാങ്ങിക്കണം, അതിന് പ്രധാനമന്ത്രിക്ക് എന്നാ കുഴപ്പം? ഓ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. ആ കാര്യമില്ല. ഇങ്ങനെ മെമ്പർ എന്ന് പറഞ്ഞ് നടന്ന ഒരു പൊതുവിവരവും ഇല്ല. ഇപ്പൊ എന്താണ് നിന്റെ പ്രശ്നം? എന്തെങ്കിലും ചെയ്യണ്ടേ ഈ പൈസയും കൊണ്ട്? എന്തെങ്കിലും എന്ത് ചെയ്യാൻ പോവാ ക്ലീറ്റോ? പൈസ കിട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പോവാ? കുറച്ച് പൈസ അതിൽ കൊടുക്കാനൊക്കെ ഉണ്ട്. കൊടുത്ത് ഈ ഇതിന്റെ അന്നത്തെ ഫംഗ്ഷന്റെ കൊടുത്ത് തീർക്കാനുണ്ട്. അതെന്നോട് പറഞ്ഞു. അപ്പോഴും 10,75,000 രൂപ ബാക്കിയുണ്ടെന്ന് പറഞ്ഞോ? അത് വരും. അത്ര 75 ഇല്ലെങ്കിലും ഒരു 10, 70, 65 ഒക്കെ വരുമായിരിക്കും. 75 രൂപ കണക്ക് കൂട്ടിയത് ഇവിടെ നിന്ന്. 75 രൂപ ഞാൻ പൈസ കുറയാതെ ഇവിടെ വന്ന. കാരണം 25 രൂപ നമ്മൾ ആ മറ്റേതിന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെന്നാ? എല്ലാ മാസം 25,000 രൂപ കൊണ്ടൊന്നും അതിനകത്ത് അടയ്ക്കാന്ന് പറഞ്ഞായിരുന്നോ? സ്വർണ്ണ ചിട്ടിയില്. അതിപ്പം നടക്കൂല. അത് നമുക്ക് ഞാനേ അടുത്തൊരു ബിസിനസ് ചെയ്തിട്ട് അതിന് ലാഭത്തില് അത് ചെയ്യാം. ഇപ്പൊ പറ്റൂല അത്. അപ്പൊ എല്ലാം കൊണ്ടൊന്ന് നശിപ്പിക്കാനാ നിങ്ങളുടെ പ്ലാൻ? എന്തെങ്കിലും പറഞ്ഞാ ഇങ്ങനെ നാക്കെടുത്ത് വളയ്ക്കണല്ല. 75,000 രൂപ ആണ് പൈസ കുറയാതെ ഇവിടെ കൊണ്ടുവന്ന് തന്നോളാം. ആവശ്യമില്ലാത്ത കാര്യം ചെയ്യില്ല. ഇപ്പൊ ഈ ബിസിനസ് ഞാൻ പൈസ ഇറക്കി, ഞാൻ ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയ പൈസയാണ്. ഈ ലാഭം എടുത്ത് ഞാൻ വേറൊരു ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് നിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ നീ അടച്ചോ. പക്ഷെ ഇതിൽ നിന്ന് ഒരു നയ പൈസ എടുക്കാന്ന് വിചാരിക്കില്ല. ഞാൻ അല്ലേ? നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ എന്നോടും കനകനോടും അമ്മാവനോടൊക്കെ നടന്ന് ഇരക്കും. ഇപ്പൊ ഒത്തിരി പൈസ വന്നപ്പോഴത്തേനും നിങ്ങളുടെ മാത്രം തീരുമാനമുള്ളൂ. ഇവിടെ ഞാൻ എന്നുള്ള ആൾക്ക് ഒരു വിലയില്ലേ? ആരുടെ തരുന്നു? അയ്യോ, കഴിഞ്ഞ ആഴ്ച കൂടെ അവന്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കൊടുത്തു. ഞാൻ കൃത്യമായിട്ട് കൊടുക്കും. എന്താ ചെയ്യാൻ പോണത്? 75,000 രൂപ കിട്ടും. ആ 75,000 രൂപ ഈ കുടുംബത്ത് കൊണ്ടുപോകാൻ ഒരു കാര്യം നടക്കൂല തങ്കം. നീ ആവശ്യമില്ലാത്ത സ്വർണ്ണം ഈ ഇപ്പൊ വില ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സ്വർണ്ണം വാങ്ങിക്കുന്നത് മണ്ടത്തരമാണ്. ആവശ്യമില്ലാത്ത പരിപാടികൾ കാണിക്കുന്നത്. വില കുറയുമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു? അത് കുറയും. ഇപ്പൊ അല്ല, അതെല്ലാം കുറയും. നീ ഇപ്പൊ കിടന്ന ആഗോളതലത്തിൽ അതിനെല്ലാം വിപണിയിൽ ഒരു ഇടിവ് വരും. എന്തെങ്കിലുമൊക്കെ പറയല്ലേ. മനുഷ്യൻ വീട്ടിൽ വന്ന് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോവാന്ന് വെച്ചപ്പോ സമ്മതിക്കൂല. ഓ എന്താണ്? എന്റെ മോളെ ഞാൻ അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ആവാനായിട്ട്. സ്വർണ്ണവും പ്രതീക്ഷിച്ച് ഒരുത്തനും ഇങ്ങോട്ട് വരാൻ വേണ്ട. പഠിപ്പിക്കാൻ ആരും കൊച്ചിനൊന്നും ഇട്ട് കൊടുക്കാതെയാണ് കെട്ടിക്കുന്നത്. ആണോ? ഇതിപ്പോ ആലോചന വല്ലതും വന്നാ? ഒന്നും വന്നിട്ടല്ലോ ലില്ലി. ഇച്ചിരി പൈസ കിട്ടിയിട്ടുണ്ട്, അത് ഇവിടെ തന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല. സൗകര്യമില്ല. സൗകര്യപ്പെടൂല നിങ്ങക്ക്. കൊടുത്തിട്ട് പോകലില്ല ചേട്ടാ. ഇല്ല, പൈസ കിട്ടുമ്പോ തരാൻ വേണ്ടിട്ട് പറയണതാ ഞാൻ. എന്തെങ്കിലും കാണിക്കട്ടെ. സോമ, ഞാൻ ഓഫീസിലില്ല. പൈസ ഓഫീസിൽ കൊടുത്താൽ മതി. അവിടെ എൻ്റെ സ്റ്റാഫുണ്ട്, ഷർമിള. ശരി ഓക്കെ. എന്താ വർഷാപ്പിൽ നിന്ന് നേരത്തെ വന്ന്? ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വന്ന്. അവിടെ ഹോട്ടലൊന്നും ഇല്ലേ? അവിടെ ഗ്യാസിന്റെ പ്രശ്നം കാരണം തുറന്നിട്ടില്ല. എന്നാ വല്ല ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കും കേട്ടാ. അപ്പൊ ഇതിൽ ഒരു കേസ് പറയട്ടെ. ഷർമിള, പിന്നെ
അവിടെ സോമൻ എന്ന് പറഞ്ഞ ആൾ ഇച്ചിരി പൈസ കൊണ്ട് തരും. അത് മേടിച്ച് അവിടെ വെക്കണം. ഞാൻ വരും. ഞാൻ ഇച്ചിരി വൈകും. ഞാൻ വന്നിട്ടേ പോവാവൂ കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ ആനന്ദാഷം വക്കീലിൻ്റെ അവിടെ ഒരു ബുള്ളറ്റ് ഇരിപ്പുണ്ട്. അത് സ്റ്റാർട്ട് ആവാനില്ല, 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് പോയി നോക്കണം കേട്ടാ. ഞാൻ കറങ്ങി തിരിഞ്ഞ് അവിടെ ഇവിടെ അടിക്കാൻ നടക്കല്ലോ. പണിയെടുക്ക പണി. എന്ത് ആരോട് എന്തിന്? ചേച്ചിയായിട്ട് എന്തോ വഴക്കായിരുന്നു, പൈസയുടെ എന്തോ കാര്യം. അവിടെ വഴക്കാന്ന് ഇപ്പൊ കഴിക്കാൻ അങ്ങോട്ട് പോവായിരിക്കുന്നല്ലേ. വാ, ഇവിടെ മീനില്ല. ഒന്നും വേണ്ട, മുട്ട ഇരിപ്പുണ്ടല്ലോ, ചോറ് ചമ്മന്തി മുട്ട തൈര്. വാ ഓടിയോ, പണിയുണ്ട്. വാ. രജിസ്റ്ററാണെന്നാണോ? ഇവിടെ ആരും ഇല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ വന്നപ്പോഴേ അടച്ചിട്ടീന്. ആണോ? ആണ്. രജിസ്റ്റർ ചെയ്യാൻ വന്നതാണോ? രജിസ്റ്റർ വന്നതാണ്. അല്ല, ഞാനത് ഞങ്ങളുടെ ഒരു വർക്കിന്റെ ഇത് വീഡിയോ അയച്ചിട്ടുണ്ട് ഞാൻ വാട്സാപ്പില്. അടച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. ഇനി വരുന്നത് ഞാൻ കാത്തിക്കാനാണ്. നോക്കിയാ നമ്മുടെ സാറ് തന്നല്ലോ. ശരി. ഓക്കെ നോക്കിയിട്ട് തന്നെ ഒന്ന് വിളിക്കണേ. എന്നിട്ട് നമുക്ക് ബഡ്ജറ്റ് കൗട്ട് ചെയ്യാം. സാറേ ശരി. ഓക്കെ. നമ്മള് വന്നിട്ട് കുറച്ച് സമയമായി. അവിടെ ഇരിക്കല്ലോ, അവിടെ സൗകര്യം ഉണ്ടല്ലോ. സാർ ഓഫീസ് അടച്ചിട്ട് അടച്ചിരിക്കുന്നു. അതെ സാറേ, സ്റ്റാഫ് ഒന്നും ഇല്ല. സ്റ്റാഫ് ഉണ്ട് അവിടെ? ആണോ? അതെ, അവിടെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ആരും ഇല്ല സാറേ. ഞാൻ ചോദിച്ചപ്പോ കടയിലുള്ള അവര് പറഞ്ഞു നേരത്തെ ഹോട്ടലിൽ പോയി സ്റ്റാഫ്. രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ അല്ലേ? രജിസ്ട്രേഷൻ ഇവിടെ തന്നെ. ജോലി കിട്ടും. പിന്നെ നമ്മൾ അടയ്ക്കണ പൈസയൊക്കെ തിരിച്ചു തരില്ലേ രജിസ്റ്റർ ഫീസ്? ഇനി എന്തെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിലോ സാറേ? കിട്ടിയില്ലെങ്കിൽ തരും. പിന്നെ ഇന്നിപ്പം രജിസ്ട്രേഷന് ചെറിയ പിന്നെ നമുക്ക് നാളത്തേക്കൊന്ന് ആക്കാം. നാളെ ഒന്ന്. ഇന്ന് പറ്റത്തില്ലേ സാറേ? ഇന്ന് ഇപ്പം സ്റ്റാഫ് എന്തോ ആർക്കും സുഖമില്ലാന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കൊന്നും എന്തെങ്കിലും ആയിട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ആയിരിക്കാം. നിങ്ങൾ പോയിട്ട് നാളെ വാ. നാളെ എന്തായാലും ഞാൻ ഉണ്ടാവും. നമുക്ക് നാളെ രജിസ്റ്റർ ചെയ്യാം. കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. കുഴപ്പമില്ല, പെട്രോളിൻ്റെ കാശൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ രജിസ്ട്രേഷന് ചെറിയ ഇളവ് ചെയ്ത് തരാം. നാളത്തേക്ക് ഓക്കെ സാർ. കേട്ടോ. ശരി. ഓക്കെ. ഇത്ര പാടുപെട്ടിട്ട് ആ മീൻ വെട്ടി കഴിവാനല്ലേ, അല്ലാതെ വേറെ ഒന്നിനല്ലല്ലോ. ചുമ്മാ എന്താ അത് അവര് പിന്നെ നിന്നോട് കൊള്ള പവറോട് അമ്മണ മണ്ടയ്ക്കോട്ടെ വന്നേ ഉള്ളൂ. ശരി. ഇതൊരു ജീപ്പൊന്നും ഇല്ല വന്നിപ്പോ. മഴ, ചെറിയ മഴ ഉണ്ടല്ലോ. മഴ നോക്കിയിരിക്കുക കയറി കിടക്കാൻ വേണ്ടിട്ട്, പക്ഷെ മഴയിട്ട് പെയ്യുന്നതും ഇല്ല. ഹലോ, എന്ത് രാവിലത്തെ ബാക്കി ഒരു ഇച്ചിരി ഇവിടെ വിളിച്ചായിരുന്നു. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? എനിക്കൊരു പ്രശ്നമില്ല. എടേ, നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ അവൻ പറഞ്ഞതിനകത്തും ഇപ്പൊ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യം ശരിയാ, പക്ഷെ കുറച്ച് സമ്പാദ്യശീലം കൂടെ വേണ്ടേ? എടി, പൈസ എറിഞ്ഞാൽ പൈസ പിടിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ. പണ്ടവൻ പൈസ എറിയുമ്പോൾ ഞാൻ കുറ്റം പറയും. എന്തുകൊണ്ടാണ് കാര്യം? തിരിച്ചു വരില്ല. ഇപ്പൊ പൈസ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യണം. അതല്ലേ വേണ്ടത്? ഏട്ടാ അതൊക്കെ ശരിയാ, പക്ഷെ കുറച്ച് സേവിങ് കൂടെ വേണ്ടേ? ഇക്കാര്യത്തിൽ ഞാൻ ചേച്ചിയുടെ കൂടെയാ. എടി, വന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. സേവ് ചെയ്യാൻ സമയം എടുക്കും. ഒരാളൊരു പൊട്ടത്തരം കാണിച്ച് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടത് അല്ലേ മക്കളെ? അതാണ് ശരിയാ. മച്ചമ്പി ഇത് ആരോടാ പറയുന്നത്? ഇവരുടെ തലയിലൊന്നും കയറത്തില്ല. ക്ലീറ്റ മച്ചമ്പി ഇവിടുന്ന് രാവിലെ ചാടിത്തുള്ളിയാ പോയിട്ടെങ്കിലും വൈകിട്ട് വരുമ്പോ കണ്ടോ വളരെ ഹാപ്പിയായിട്ട് ഇഷ്ടംപോലെ സാധനം മേടിച്ചോണ്ടാ വരുന്നത്. ഞങ്ങൾ കുടങ്ങാൾക്കാർ കുടുംബക്കാരായിട്ട് അങ്ങനെ. നീ അത് വിട്. ഏയ്, ഒരു ഉഷാറില്ലല്ലോ. എന്നിട്ടേ ഈ സ്റ്റാൻഡ് പിടിക്കാതെ വണ്ടി പോന്നെ.
എന്തോ അവളും ഉണ്ടായിരിക്കല്ലേ അവനും ഉണ്ടായിരിക്കും. രാവിലത്തെ കയറും അച്ചമ്മയും വിട്ടിട്ടില്ല. ക്യൂട്ടക്സ് ഇട്, അതെങ്കിലും നടക്കട്ടെ. നടക്കണോ? ചേച്ചിക്ക് വേണോ? പുതിയതാ. കുറച്ച് ലിപ്സ്റ്റിക് കൂടെ കൊടുക്കും. ക്യൂട്ടക്സ് മാത്രം ആക്കണ്ട. എന്നെ ഏൽപ്പിച്ച് നോക്കേണ്ട കാര്യം എന്തോ? ഹലോ, എന്താടാ? നിങ്ങോട്ട് വാ. ചേരുന്നുണ്ടോ? കുഴപ്പമില്ല, ഒരു കോട്ടും കൂടെ ഇടാം. ആ അപ്പൊ അടിപൊളി. വലത്തെ കയ്യിൽ ഓരോ നഖത്തിലും ഓരോ കളർ. ഓരോ കളർ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു തരണം ഓരോന്നോരോന്നെ. അതാ ഇപ്പൊ വന്നില്ലേ, പുള്ളിക്കാരത്ത് പറഞ്ഞാൽ മതി, മേടിച്ചരും. ഇതോടെ പോണം. എവിടെ പോന്നു? വീട് വിട്ടു പോന്നു. ഇതല്ലേ ചെറിയൊരു പ്രശ്നം. കാര്യം പറ. തൽക്കാലം ഇത് തങ്കത്തിനോട് പറയണ്ട. കാര്യം പറഞ്ഞേ. ഈ എൻ്റെ ഓഫീസിലെ സ്റ്റാഫില്ലേ ശർമ്മള, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഈവെന്റ് നടത്തിയിരുന്നേ. അപ്പം അതിൻ്റെ ഇച്ചിരി ബാക്കി പൈസ കിട്ടാണ്ടായിരുന്നു. അയാൾ 90,000 രൂപ ഉണ്ടായിരുന്നു. അത് ഇന്ന് അവർ ഓഫീസിൽ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അവരവിടെ കൊണ്ട് പൈസകൾ ഏൽപ്പിക്കുകയും ചെയ്തു. അവർ കൊടുത്തോ? അവർ പൈസ കൊടുത്തു. ഉറപ്പ്? ആ, അപ്പം ഞാൻ അവരെന്നോട് കൊടുത്തിട്ട് വിളിച്ച് പറയുകയും ചെയ്ത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞിരുന്നു പൈസ കൊണ്ട് തന്നാൽ ഞാൻ വന്ന പൈസ വാങ്ങിയിട്ടൊന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നതാ. ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓഫീസ് കൂട്ടിയിക്കുക. അവളെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുക. ഫോൺ കിട്ടിയാണ്. അവളെവിടെ താമസിക്കുന്നത്? അവളിപ്പോൾ തിരുമലയാണ്, തൃക്കണ്ണപുരം. ഞാൻ ആ വീടിൻ്റെ പ്രദേശത്തൊക്കെ പോയി. പക്ഷെ ആ വീട് പൂട്ടി കിടക്കുക അവിടെ. അവിടെയൊക്കെ അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചാൽ അവർക്കുമായിട്ടൊന്നും അത്ര വലിയ കണക്ഷൻ ഇല്ല. അല്ല, ഇവരിപ്പോൾ പുതിയതായിട്ട് വന്നതാണല്ലോ ഇവിടെ. ഇവള് കണ്ണൂരാണ് ഇവളുടെ ശരിക്കുള്ള സ്ഥലം. ഇങ്ങനെ ഇടയ്ക്ക് കിളിമാനൂർ താമസിച്ചിരുന്നു, പിന്നെ നെടുമങ്ങാട്, പിന്നെ എങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി താമസിക്കുന്നുണ്ട്. അല്ല, ഈ പൈസ ഇടപാട് നേരത്തെ എങ്ങനെയാണ് ഇവര്? ഇതിനു മുമ്പും ഇതുമാതിരിയൊക്കെ കൊണ്ടു തന്നതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ തുക അത് ആദ്യമായിട്ടാണ്. നേരത്തെ ഒരു 25,000, 10,000, 5,000 ഒക്കെ വേണം അത് ഏൽപ്പിച്ച് തന്നെ. രണ്ടു തരത്തെ നമുക്ക് ചിന്തിക്കാം. ഒന്നുകിൽ അവരെടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എനിക്ക് 2 പേരുടെ പൈസ സെറ്റിൽ ചെയ്യാണ്ടേ. അതല്ലേ എന്നിട്ട് പോയിട്ട് ബാക്കി നമ്മൾ അധ്വാനിച്ചെൻ്റെ പൈസയാണ്. നീ വിഷമിക്കാതിരിക്കടാ, നമുക്ക് ഒരു ദിവസം കൂടെ നോക്കാം. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. ഇതുവരെ അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ. ഇത്രയും വലിയ തുകയും ഫോൺ എടുക്കണ്ടേ. ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ. നീ ഒരു കാര്യം ചെയ്താൽ മതി. എന്തായാലും ഒരു പരാതി എഴുതി നമുക്ക് സ്റ്റേഷനിൽ ഒന്ന് ഹോൾഡ് ചെയ്യാം. നീ വന്നേ, ഒരു സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചിട്ടേ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ക്ലീറ്റോമച്ചമ്മി തങ്കഞ്ചേട്ടത്തെ കുറിച്ചുള്ള പരാതി ഒഫീഷ്യലി കനാമച്ചമ്മി കൊടുക്കാൻ പോയതാണ്. നീ വിഷമിക്കണ്ട, നമ്പർ ട്രേസ് ചെയ്യാം നമുക്ക്. 1-2 വരെ അവളാണ് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവള് പൈസ കൊണ്ട് വരും. ഇല്ല, ഞാൻ വരുത്തോളാം. എന്താടാ പൈസ കിട്ടുമോ?
കിട്ടാൻ വഴിയില്ല. ഭാര്യനെ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവര് പൈസ ഇവിടെ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞതാ ഫോൺ ചെയ്ത്. അപ്പൊ ഇങ്ങോട്ട് എന്ത് പറഞ്ഞ്, വേണ്ട ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഓഫീസിൽ ഷർമിളയുടെ കയ്യിൽ കൊടുത്താ മതി എന്ന്. അപ്പൊ കിട്ടും, നല്ലോണം കിട്ടും, നോക്കിയിരുന്നോ. ഞാൻ അറിഞ്ഞില്ല, പറഞ്ഞില്ല, പറയത്തില്ല. വേണ്ടടി, പോട്ടടി, നിനക്കൊന്നും തിന്നാൻ വിധിയില്ല, അത്രേ ഉള്ളൂ. അയ്യോ ഞങ്ങൾക്ക് വിധിയില്ല, നിങ്ങൾ വേറെ ആർക്കോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ലേ, ഇപ്പൊ കൊടുത്തല്ലോ. നിന്റെ ഈ ദുഷിച്ച ചിന്താഗതിയാണ് ഞാൻ ഇവിടെ കിടന്ന് ഗതി പിടിക്കാതെ കിടക്കണേ. അയ്യോ അല്ല, വന്ന വഴി മറക്കണവൻ ഒരു കാലത്തും ഗതി നീ പിടിക്കും. എന്നെ വഴിയൊന്നും പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ആ നിങ്ങൾ ഇപ്പൊ നല്ലോണം പഠിച്ചല്ലോ. ഞാൻ വിട്ടു. പിന്നല്ലാതെ നീ ടെൻഷൻ അടിക്കാനിടാ. അവൾ അഥവാ പൈസയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവള് പൈസയും കൊണ്ട് വരും. ഇല്ല ഞാൻ വരുത്തോളെ. ആ പിന്നെ ഞാൻ ലേക്കണ ആ കഥാനായിക വന്ന പൈസ എവിടെ? ഈവന്റ് നടത്തിയ 90,000 രൂപ എവിടെയെന്ന് അവിടെ നിന്നെ കൊണ്ടേപ്പിച്ച പൈസ എവിടെ? ഷർമിള പൈസ നീ കളയോ? കേസാവും, പ്രശ്നമാവും. എന്ത് കേസാവുന്നു? നീ കളിക്കരുത്. പൈസ എടുക്കാൻ അല്ല എന്ത് പൈസ ഇങ്ങനെ എന്ത് പൈസ? നിനക്കൊന്നും അറിയില്ലേ? അവിടെ കൊണ്ട് ഓഫീസിൽ ഏൽപ്പിച്ച പൈസ എനിക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ച 90,000 രൂപ എവിടെയാണ്? അല്ല ഞാൻ ഏച്ചി കൊടുത്തിനി ഏത് ചേച്ചി കൊടുത്തേ? ഏച്ചി ഈ ഏച്ചി കൊടുത്തിനി ചോദിച്ചോക്കടാ, ചോദിച്ചോക്ക്. ശർമ്മളെ നീ കളിക്കരുത്, എന്റെ സ്വഭാവം മാറും. നിനക്കെന്താ അറിഞ്ഞൂടാ? അല്ല ഏച്ചി ഉണ്ടല്ലോ, നോക്കണമോ? ഏച്ചി പിന്നെ ഏച്ചി പറഞ്ഞു ഓഫീസിൽ വന്നേരം ഞാനിവിടെ ഇരുന്നോളാ, നീ വേണമെങ്കിൽ പോയിക്കോന്ന്. അന്നേരം പിന്നെ എന്റെ അപ്പൂപ്പന് സൂക്കാടായത് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. ഞാൻ പക്ഷെ വെറുതെ ഒരു ലീവ് എടുക്കണ്ടല്ലപ്പാന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടി പോവുകയും ചെയ്തു. എനിക്ക് കിട്ടിയ അവസരല്ലേ. നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? അതാ ഞാൻ വീട്ടിൽ പോയി നോക്കിയതല്ലേ, എന്റെ ബാഗിൽ ഫോണില്ല. എന്നിട്ട് ഞാൻ അപ്പൂപ്പന്റെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചു. കുറേ നേരം വിളിച്ചു നോക്കി, ഫോണുണ്ട് കട്ട് ചെയ്തോണ്ടിരിക്കുന്നു. എന്നിട്ട് കുറേ കഴിയുമ്പോണ്ട് അപ്പൂപ്പന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു, ഏച്ചീൻ്റെ. ഏച്ചി എന്നോട് പറഞ്ഞു ഫോൺ എന്റെ കയ്യിലുണ്ട്, നീ വീട്ടിലേക്ക് പോന്ന്. എന്നിട്ട് ഞാനത് എടുക്കാനല്ലേ വന്നിനി. ഷർമിള ഒരു മിനിറ്റ്. ഏച്ചി എന്റെ ഫോൺ എടുക്കട്ടുവാ. ആ എടുക്ക. ഫോണിലാണ് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേന്ന്. അല്ല ഏച്ചി ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പോയി കേട്ടാ, പറഞ്ഞിട്ടില്ലേ? ഞാൻ അറിയത്തില്ല. ഞാൻ പേടിച്ചു പോയല്ല. എന്നാ ഇങ്ങോട്ട് ആയേച്ചി അന്തേച്ചി ഏട്ടനോട് പറയാനി. സാറേ ഏച്ചിയോട് ചോദിക്കട്ടാ, എന്നാലും സാറ് എന്നെ ഇങ്ങനെ സംശയിക്കേണ്ടിയായിരുന്നു. ഞാൻ ഇത്ര വൃത്തിക്ക് ഓഫീസിലെല്ലാം ജോലി ചെയ്തിട്ട് എന്നെ ഇങ്ങനെ സംശയിച്ചാല് എന്റെ ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടാ. ഷർമിള പൊക്കോ. ശരിട്ടാ ചേച്ചി, എന്നാലും എന്നോടിങ്ങനെ എന്താടി പിള്ള കളിക്കുന്ന തെമ്മാടത്തിനെ കാണിച്ച് ആഴ്ച കുട്ടിയെ പൊട്ടിക്കും. എന്താണ് നിന്റെ ഉദ്ദേശം? ചേച്ചി എന്താ ചേച്ചി എന്നിട്ട് പറയാഞ്ഞത്? പറയാൻ മനസ്സുണ്ടായിരുന്നില്ല. തോന്നാത്തെന്താ? എന്താ തോന്നാത്തേ? ആരും അങ്ങനെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ എത്ര നാളായി ഇങ്ങോട്ട് കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ വിശ്വാസമില്ല. ഇന്നാള് കണ്ട ഷർമിളേനെ വിശ്വാസം. അപ്പൊ എനിക്ക് നോവൂലേ? എന്നിട്ട് എന്നെ വിശ്വാസമില്ലാതെ ഷർമിളയുടെ കയ്യിൽ കൊണ്ടൊന്ന് പൈസ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് സ്വർണ്ണം ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ പൈസ ചോദിച്ചത്? അല്ലല്ലോ, ഈ കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പൈസ ചോദിച്ചത്. ശർമിളക്ക് എടുത്തോളാൻ കൊടുത്തല്ലോ, സൂക്ഷിക്കാൻ കൊടുത്തല്ലേ? അത് തന്നെയല്ലേ, ഞാൻ ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. ഞാൻ സൂക്ഷിക്കൂലേ? ഞാനെന്താ വിഴുങ്ങുവോ? വിഴുങ്ങിയാ? ഇല്ല. പൈസ ഇവിടെ ഉണ്ട്. 25,000 രൂപ ഞാൻ എടുത്തിട്ടുണ്ട് സ്വർണ്ണ ചിട്ടിയിൽ കൊടുക്കാൻ വേണ്ടി. ബാക്കി പൈസ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു കിഴങ്ങത്തി, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഈ പാവം പിടിച്ചവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞ്. അല്ലെങ്കിലും തിന്ന ചോറിന് നന്ദി അവന് മാത്രമേ ഉള്ളൂ. നീ കടയിറക്ക.
കർത്താവേ.